പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നാം ഏവരും പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്കൂളുകളിൽ നാം പാർലമെൻറ്റ് ഇലക്ഷൻ നടത്താറുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ നടത്താൻ സഹായകമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, മുൻ വർഷങ്ങളെപ്പോലെയല്ല ഇപ്പോഴുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കടലാസിലാണ്, ബാലറ്റ് പേപ്പർ കൊണ്ടാണ് നാം വോട്ടിങ്ങൊക്കെ നടത്തിയിട്ടുള്ളതെങ്കിൽ ഇന്ന് കാലം മാറി. എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന കാലത്താണ് നാം ഉള്ളത്. വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ സ്കൂളിൽ ഇലക്ഷൻ നടത്താൻ കഴിയും. അതിന് സഹായകമായിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു ആപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ വോട്ടിംഗ് മെഷീനായിട്ടും മറ്റൊരു മൊബൈൽ കൺട്രോളിംഗ് യൂണിറ്റായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ പലരും ഇത് ഒരുപക്ഷെ സ്കൂളുകളിൽ നേരത്തെ തന്നെ ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കാം. അല്ലാത്തവർക്ക് കൂടി ഈ അറിവെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വോട്ടിംഗ് സിസ്റ്റത്തെക്കുറിച്ച് കൃത്യമായൊരു അവബോധം കുട്ടികൾക്കുണ്ടാവാൻ അത് ഏറെ സഹായകമാകും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. വോട്ടിംഗ് മെഷീൻ എന്നതാണ് ആപ്ലിക്കേഷൻ്റെ പേര്. വോട്ടിംഗ് മെഷീൻ എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും. ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് വരുന്ന ബോക്സിൽ നിങ്ങൾ അലോ ചെയ്യുക. ഒരുപാട് പെർമിഷൻ ചോദിക്കുക, ആ പെർമിഷൻ അലോ ചെയ്യുക. ഇനി ഇതിൽ ആദ്യമായി നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ ചെയ്തതുകൊണ്ട് ഓൾറെഡി ഇവിടെ ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് ഞാൻ ചെയ്തതിന് ശേഷം, ഇത് നേരത്തെ ഉണ്ടാവില്ല. ഇനി ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ കൊടുത്തതിന് ശേഷം ഒരു പാസ്വേഡ്, നമുക്ക് ഒരു പാസ്വേഡ് കൊടുക്കുക. ആ പാസ്വേഡ് തന്നെ രണ്ടാമത് എൻറ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഈ പാസ്വേഡ് ചെയ്യുന്നത് നമ്മൾ ഇതിലല്ല, ഈ മെഷീനിലുള്ള ഓരോ ബട്ടൺസ് നമുക്ക് മറ്റുള്ളവരെ തുറക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്വേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഇവിടെ 2 പാർട്ടുകളാണ് ഉള്ളത്. ഒന്നാമത് കാൻഡിഡേറ്റിന് സ്ഥാനാർത്ഥികളെ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു പാസ്വേഡ് ചോദിക്കും. നമ്മൾ പാസ്വേഡ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സാണ് വരിക. ഇവിടെ കാൻഡിഡേറ്റ് സെറ്റ് എന്നതിൽ ആഡ് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് നെയിം എന്നുള്ളിടത്ത് കാൻഡിഡേറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. സ്ഥാനാർത്ഥിയുടെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയോ അതല്ലെങ്കിൽ ചിഹ്നമോ നമുക്ക് ഇവിടെ പേരിന് നേരെ ഗാലറിയിൽ നിന്നും എടുത്തുകൊണ്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഒന്നാമത്തെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയോ അതല്ലെങ്കിൽ ചിഹ്നമോ ഉൾപ്പെടുത്തിയതിന് ശേഷം രണ്ടാമത്തെ സ്ഥാനാർത്ഥിയുടെ പേരും അവരുടെ ലോഗോയോ അല്ലെങ്കിൽ ഫോട്ടോയോ ഇതുപോലെ തന്നെ ഗാലറിയിൽ നിന്നെടുത്ത് ഉൾപ്പെടുത്തിയതിന് ശേഷം ഇനി മൂന്നാമത് ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ, മൂന്നാമത് സ്ഥാനാർത്ഥിയെ ഉൾപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള ആഡ് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ ഒന്ന് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ന്യൂ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആഡ് ന്യൂ ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേര്, ഫോട്ടോ എന്നിവ ഉൾപ്പെടുത്തുക. എന്നാൽ ഫോട്ടോ ഇല്ലെങ്കിലും, ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ബാലറ്റ് മെഷീൻ വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ആ ബോക്സ്, ഒന്നാമത്തെ പാനൽ നമുക്ക് അടക്കാം. രണ്ടാമത് തുറക്കുമ്പോഴും നമ്മളോട് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ഒരിക്കലും മറക്കരുത്. ഇനി ഇവിടെ ആദ്യമായി ചെയ്യുന്നത് ക്ലിയർ ബട്ടൺ ചെയ്യുകയാണ്. ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി ബാലറ്റ് മെഷീനിലുള്ള എല്ലാ വോട്ടുകളും 0യിലേക്ക് മാറി എൻഡ് ചെയ്യുന്നതായി കാണാം. ഇനി നമുക്ക് വോട്ടിംഗ് തുടങ്ങാം. ബാലറ്റ് എന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലറ്റ് ബോക്സ് കാണാം. അതിൽ സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ബട്ടണിൽ പ്രസ് ചെയ്താൽ അവിടെ ലൈറ്റ് തെളിയുകയും ബീപ്പ് ശബ്ദം വരികയും ചെയ്യും. ഒരു സാധാരണ ഇലക്ഷൻ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് എത്ര കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ബാലറ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യുന്നതിനിടയിൽ നമുക്ക് ടോട്ടൽ അറിയണമെന്നുണ്ടെങ്കിൽ, എത്ര വോട്ടുകൾ ഇതുവരെ രേഖപ്പെടുത്തി എന്നത് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബാലറ്റ് ബട്ടണ് തൊട്ടടുത്തുള്ള
ടോട്ടൽ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ 10 ടോട്ടൽ വോട്ട്സ് 10 എന്നിവിടെ കാണാവുന്നതാണ്. ഇവിടെ കുട്ടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബാലറ്റ് പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമതൊരു വോട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൺട്രോൾ അതർ ഡിവൈസ്, കൺട്രോൾ ദിസ് ബൈ അതർ എന്നുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ ദിസ് ബൈ അതർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ എന്ത് ചെയ്യാം, ബാലറ്റ് യൂണിറ്റായിട്ടും വേറെ ഒരു ഫോൺ കൺട്രോളിങ് യൂണിറ്റായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അവിടെ മറ്റ് ഇതിന് തൊട്ട് മുകളിലുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കീ വരും, കൺട്രോൾ അതർ ഡിവൈസ് എന്നുള്ളത്. അത് എന്നിട്ട് ജനറേറ്റ് കീ എന്നുള്ളത് പ്രസ് ചെയ്യാം. ജനറേറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു നമ്പർ വരും. ഈ നമ്പർ ഇതിന് തൊട്ട് താഴെയുള്ള ഓപ്ഷന് മറ്റേ ഫോണിൽ കൊടുക്കുകയാണെങ്കിൽ ആ നമ്പർ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോണ് ബാലറ്റിംഗ് ആയിട്ടും മറ്റുള്ളത് കൺട്രോളിംഗ് ആയിട്ടും വരും. അവിടെ പ്രസ് ചെയ്താൽ മാത്രമേ ഇവിടെ ബാലറ്റ് യൂണിറ്റിൽ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മളിത് തുറന്ന് സാധാരണ വോട്ട് എണ്ണൽ എങ്ങനെയാണെന്നുള്ളത് ആദ്യം നമ്മൾ ക്ലോസ് ചെയ്യണം. വോട്ടിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം റിസൾട്ട് പ്രസ് ചെയ്താൽ ഓരോ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് അവിടെ കാണാൻ പറ്റും. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ കൗണ്ടിങ്ങും കഴിയും. ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് മെഷീൻ എന്ന് പരിചയപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ശുക്രിയ.